ഇത് വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം നഷ്ടം എന്ന് പറയുന്ന സാധനം ഇല്ല. കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ ബേസിലെ നഴ്സറി നമ്മൾ ഇത് കണ്ടേക്കുന്ന ഒരു ലെവൽ. പടം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പടത്തിന്റെ അവസാനം വരെയൊക്കെ നമുക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. അത്രയും എൻഗേജിങ് ആയിരുന്നു പടം. നല്ല രസമാണ്. ഒരു ബേസിൽ നമ്മൾ കാണാത്തൊരു ബേസിലും കാണാത്തൊരു നഴ്സറി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ആസ് എ ഓഡിയൻസ്. അല്ല ഇത് കാണുക വേറൊരു എക്സ്പീരിയൻസ് ആണ് പടം. നമുക്ക് ഹ്യൂമർ ഉണ്ട്, എന്നാൽ പടം ഭയങ്കര എൻഗേജിങ് ആണ്. ഒരു ത്രില്ലറാണ് ബേസിക്കലി. പടം നല്ല വർക്കാണ്. സൂക്ഷ്മശ്രീ നല്ല മൂവിയാണ്. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിനെ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ സൈഡ് ആയാലും മ്യൂസിക് ആയാലും സ്ക്രിപ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്ലോട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മ്യൂസിക്കാണ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നസ്രിയൻ്റെയും ബേസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ല. അവർ ആ ക്യാരക്ടറിനെ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് വർക്കൗട്ട് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു കോർ എലമെൻ്റ് ആയിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റും മേക്കിംഗ് ഇതിൻ്റെ ഒരു കോറായിട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ നമ്മൾ നസ്രിയും ബേസിലും ഒരു കോംബോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കോമഡി മൂവി ഉണ്ട്. ആ ഒരു ജേണർ അല്ല മൂവി. നമ്മൾ അതാ പറഞ്ഞു, ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുക എപ്പോഴും നസ്രിയും ബേസിലും പറയുമ്പോൾ ഒരു കോമഡി ചിലപ്പോൾ വർക്കൗട്ട് ആവും. പക്ഷെ ആ രീതിയിലല്ല മൂവി വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഒരു ഫുൾ പാക്ക്, ഒരു ഡീസൻറ്റ് സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് മൂവി വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു സൂക്ഷ്മദർശിനി? തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്. ഇത് വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ഒരു തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്. ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണെങ്കിലും ബേസിലാണെങ്കിലും നസ്രിയാണെങ്കിലും അവരുടെ റോളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ എവരി ഏരിയ പിടിച്ചിട്ടുണ്ട് അവർ. സസ്പെൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നൊരു ഫാമിലി സസ്പെൻസ് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോണർ ഇഷ്ടമുണ്ട് ഉറപ്പായിട്ടും വന്ന് കാണാം. കാരണം നഷ്ടം എന്ന് പറയുന്ന സാധനം ഇല്ല. കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ സാറ്റിസ്ഫൈഡ് എന്നൊരു റിസൾട്ടിൽ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വരും. വേറെ ലെവലായിട്ടും സൂപ്പർ മൂവി. ബേസിൽ നസ്രിയ എന്ന് പറയുമ്പോൾ ഒരു കോമഡി പ്രതീക്ഷിക്കുമല്ലോ, അങ്ങനെയുണ്ടോ? കോമഡി അല്ല, കോമഡി അതൊന്നുമില്ല. കോമഡി അവിടെ ഇവിടെയൊക്കെ അല്ലാതെ അങ്ങനെ സ്ക്രിപ്റ്റിൽ കോമഡി കാര്യങ്ങളൊന്നുമില്ല. സ്ക്രിപ്റ്റിൽ ആ സസ്പെൻസ് നല്ല രീതിയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ബേസിൽ നസ്രിയെന്ന് അവർ പോലും ചിന്തിക്കില്ല. രണ്ട് ക്യാരക്ടറായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ. എന്നാലും അവരുടെ പെർഫോമൻസ് ഒക്കെ പൊളിയായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഓക്കെ.